എങ്ങനെയാ 2016 മോഡല് ഡീസൽ ഡെൽറ്റ സിംഗിൾ ഓണർ 2018 മോഡല് SMT സെക്കൻഡ് ഓണർ വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ 5 വർഷം കൊണ്ടല്ലേ? വെറും 20,000. ഏവറേജ് ഒരു 50,000 ഒക്കെ വരേണ്ടതാണ്, 40-50 വരേണ്ടതാണ്. പാതിയിൽ കുറവേ ഓടിയിട്ടുള്ളൂ. എൻ്റെ റിലേറ്റീവിന് ഞാൻ വാങ്ങിക്കൊടുത്ത വണ്ടിയായിരുന്നു. ഫസ്റ്റ് യാർഡിൽ നമ്മൾ ഒരു സെമി പ്രീമിയം താഴത്തുള്ള വണ്ടികൾ, ഒരു 10 ലക്ഷം വണ്ടികൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് യാർഡിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പുറകിൽ നിങ്ങൾ കാറുകളൊന്നും കാണുന്നില്ല അല്ലേ? ഒരു വീടിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലേ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഷമീർ ഖാൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകണം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാങ്കാവ് തിരുവണ്ണൂർ, കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരിലെ ഷമീസ് കാസിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെറുവാഹനങ്ങൾ, കുറേ പേര് ആവശ്യപ്പെട്ടിട്ട് ചെറുവാഹനങ്ങൾ ഇന്ന് കാണിക്കാൻ നിൽക്കുകയാണ് നമ്മൾ. ഷമീർ ഖാനെ സ്വാഗതം ചെയ്യാം. റൈറ്റ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങോട്ട് വന്നതാണ് അല്ലേ വീട്ടിലേക്ക്? ഓക്കെ, 2 യാർഡായിട്ടാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ പണ്ട് മുതലേ എല്ലാ ഡീലർമാർക്കും അറിയാവുന്നൊരു യാർഡാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, 2 യാർഡായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് യാർഡിൽ നമ്മൾ ഒരു സെമി പ്രീമിയം താഴത്തുള്ള വണ്ടികൾ, ഒരു 10 ലക്ഷം വണ്ടികൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് യാർഡിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രീമിയത്തിനും സെമി പ്രീമിയത്തിനുമായിട്ട് മാറിയിരിക്കുന്ന ഒരു 10-20ഓളം വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട്. ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞെടുത്തേ. ഇത് ലൊക്കേഷൻ വരുന്നത് നടക്കാവ്, കോഴിക്കോട് നടക്കാവ്, കൊട്ടാരം റോഡിൽ ജവഹർ നഗർ കോളനി. ജവഹർ നഗർ കോളനി നമ്മുടെ മേളയൊക്കെ നടക്കുന്ന ഒരു കോളനിയാണ് ജവഹർ നഗർ കോളനി. അല്ല, അത് ജാഫർ ഖാനാണ് വരുന്നത്. സോറി, ജാഫർ ഖാൻ അല്ലേ? ഓക്കെ, നമ്മുടെ സെൽ ടാക്സ് ഓഫീസിന്റെ പരിസരത്തായിട്ട്. ഓക്കെ, ലൊക്കേഷൻ എന്തായാലും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഞാൻ തന്നെ ലൊക്കേഷൻ തെറ്റിയൊന്ന് വന്നാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കണ്ടു നോക്കാം. ഷമീർ കാസ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാണ്. ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അങ്ങനത്തെ വിലകളിലൊക്കെ കിട്ടും. നമ്മളെ തട്ടകാണിത്. നമ്മൾ ഒരു 15 വർഷത്തിന് മുകളിലായി ഇവിടെ തുടങ്ങിയല്ല. ഓൾമോസ്റ്റ് ഡീലർ വർക്ക് ഈ ലൊക്കേഷൻ അറിയാം. അതായത് തുടക്കത്തിലേ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട് മുന്നേ. പക്ഷേ ഷോറൂം തുടങ്ങിയപ്പോഴാണ് ഞാൻ പോയി വാക്കിംഗ് കസ്റ്റമർ ഇല്ല ഇവിടെ. അതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, വീട്ടിലോട്ട് പോകാം. ആദ്യ വാഹനം ഹോണ്ട അമേസ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അമേസിൻ്റെ സെക്കൻഡ് അല്ല തേർഡ് ജനറേഷൻ. പറഞ്ഞോളൂ. 2018 മോഡല് SMT സെക്കൻഡ് ഓണർ വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ 5 വർഷം കൊണ്ടല്ലേ? വെറും 20,000. ഏവറേജ് ഒരു 50,000 ഒക്കെ വരേണ്ടതാണ്, 40-50 വരേണ്ടതാണ്. പാതിയിൽ കുറവേ ഓടിയിട്ടുള്ളൂ. എൻ്റെ റിലേറ്റീവിന് ഞാൻ വാങ്ങിക്കൊടുത്ത വണ്ടിയായിരുന്നു. അത് ശരി, പുള്ളിയോട് മേടിച്ചതാണ്. ഓക്കെ ഓക്കെ. അഡീഷണൽ ആയിട്ട് അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വീതി കൂടിയ ടയർ ഇട്ടിട്ടുണ്ട്. അതായത് SMT എന്ന് പറയുമ്പോൾ അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല അതിൻ്റെ അകത്ത്. അഡീഷണൽ ചെയ്ത് ഫുൾ ഓപ്ഷൻ്റെ റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുഷ്പട്ടയിൽ വരുള്ളല്ലോ? എന്തായാലും വരുന്നില്ല. കീ സ്റ്റാർട്ട് തന്നെയാണ്. പിന്നെ എയർബാഗ് കാര്യങ്ങൾ നോർമൽ വരുന്ന ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ, പെട്രോൾ മൈലേജ് എനിക്ക് തോന്നുന്നു 13-16 റേഞ്ചിൽ. അതെ, കിട്ടും. 15 ചോടായിട്ട് 15 ആ ഒരു റേഞ്ച് കിട്ടും നോക്കി കൊണ്ട് ഓടിച്ചാൽ അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്പറാണ്, നല്ല വണ്ടിയാണ്. അതെ, തീർച്ചയായും. 77-22. അതെ. എങ്ങനെയാണ് ഇപ്പോൾ ആസ്ക് ചെയ്തത്? എത്രയാണ് നമ്മളെ പ്രൈസ് വന്നിട്ട് 5,95,000. ഓക്കെ, 5,95,000 രൂപയ്ക്ക് 2018 വെറും 20,000 കിലോമീറ്റർ ഓടിയ SMT പെട്രോൾ അമേസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 5,95,000 നെറ്റ് പ്രൈസുകളാണ് നിങ്ങളെ വീഡിയോയിൽ പറയുന്നത്. ഓൾമോസ്റ്റ് നെറ്റായിട്ട് പറയുന്ന റേറ്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ അതേമാതിരി പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 20,000 ഷമീർ ഖാൻ്റെ പേഴ്സണലി ബന്ധുവിന് തന്നെ എടുത്തു കൊടുത്ത വണ്ടിയാണ് അല്ലേ? തുടക്കത്തിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർ. ഓക്കെ, ജസ്റ്റ് മാറിയതാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്, 2018 മോഡൽ. നടന്നു കൊണ്ട ലോൺ എത്ര കയറും? അറൗണ്ട് ഒരു 5 lakh ലോൺ എന്തായാലും കയറും. 5 lakh അബോവ് ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി ഡീറ്റെയിൽസ് നമ്മുടെ ഷോറൂം മാനേജർ വൈശാഖിനെ പരിചയപ്പെടുത്താം. വൈശാഖ് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് തരുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ ഷമീർക്ക് അങ്ങോട്ട് മാറിയതുള്ളൂ. ഓക്കെ, ഇതാ വൈശാഖാണ് ഷമീസ് കാസിൻ്റെ ഷോറൂം മാനേജർ. നിങ്ങൾ അവരുടെ റീലിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ, സ്വാഗതം. ഓക്കെ, അടുത്ത വാഹനം ബലേനോ KL10 മലപ്പുറം രജിസ്ട്രേഷനുള്ള ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പൻ്റാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. ഓട്ടോമാറ്റിക് ആൽഫ. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോളാണ്. പെട്രോൾ 2000. സെക്കൻഡ് ഓണർ. പിന്നെ അതുപോലെ തന്നെ 58,000 കിലോമീറ്റർ ഓട്ടം. 58,000 നോർമൽ ഓട്ടമാണ് അല്ലേ? 5 വർഷം കൊണ്ട് നോർമൽ ഓട്ടം തന്നെയാണ്. പെട്രോൾ വാഹനം തന്നെ
ഇത് ഓട്ടോമാറ്റിക് CVT അല്ലേ ഒരു CVT CVT ഗിയർ ബോക്സ് ആണ്, AMT അല്ല. MT അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവും, ഓടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും നമുക്ക്, ലാഗും കാര്യങ്ങളൊന്നും അറിയത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അഡീഷണൽ ഇപ്പോൾ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാഷ് ക്യാം, സീറ്റ് കവർ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇനിയൊന്നും ചെയ്യാനില്ല, ഓൾറെഡി ഫുൾ ഓപ്ഷനാണ്. അതിൻ്റെ മുകളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഡാഷ് ക്യാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എങ്ങനെയാ പ്രൈസിങ് എങ്ങനെയാ? ഇതിൻ്റെ പ്രൈസ് നമുക്ക് 6,75,000. 6,75,000 2018 ഓട്ടോമാറ്റിക് ആൽഫ ബലേനോ സ്വന്തമാക്കാം. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ നല്ലൊരു ചാൻസ് ആണ്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? മാക്സിമം 95% ലോൺ കയറുകയും ചെയ്യും അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഏവറേജ് ഒരു CVT ആയതുകൊണ്ട് ഒരു 15-ന്റെ ഉള്ളിൽ കിട്ടില്ല മൈലേജ്. 15 കിലോമീറ്റർ നമ്മൾ മാനുവൽ ബലേനോ ഒരു 17 വരെയൊക്കെ പോയാൽ. അതെ. ഓക്കെ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 15 കിലോമീറ്റർ, ഒരു 15 കിലോമീറ്റർ വരെ മാക്സിമം കിട്ടുന്നതാണ്. ഓക്കെ, നമ്മളൊരു കോമ്പാക്ട് SUV-യിലേക്ക് വന്നു. ടാറ്റ പഞ്ച് KL32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനമാണ്. ഫ്ലഡിൻ്റെ ഒന്നും പേടിക്കണ്ട, കാരണം 2022 മോഡലാണ്. അതെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 മോഡൽ, ഓട്ടോമാറ്റിക് ആണ്, അഡ്വഞ്ചർ എന്ന ഓപ്ഷനാണ്. അഡ്വഞ്ചർ ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ലേ? അതെ. ഓക്കെ, ഓട്ടോമാറ്റിക്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പിലാണ്. അന്ന് ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് വില വരുന്നുണ്ട് വാഹനത്തിന്. അതെ. ഓക്കെ, 2022 എന്ന് പറയുമ്പോൾ വാറണ്ടി എത്ര വരെ ഉണ്ടാവും? 3 വർഷമാണോ കൊടുക്കുന്നത്? 3 വർഷം, 2 വർഷം ഉണ്ടാവുള്ളൂ ടാറ്റ. 2 വർഷം ടാറ്റ കിട്ടുള്ളൂ. അപ്പോൾ 24 3-ാം മാസം ഏകദേശം ആവാനായി. നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ, വാറണ്ടി ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണം. AMT ഗിയർ ബോക്സ് ആണ് വരിക. നമ്മൾ മാനുവൽ ഓടിക്കുന്ന അതേ ഫീൽഡിൽ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കാം, അത്രയേ ഉള്ളൂ. അത്ര തന്നെ മൈലേജും കിട്ടും, 14-15 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അല്ലേ? സേഫ്റ്റി. അതെ. ടാറ്റ ഇപ്പം ആ റേഞ്ചിലാണ്. അതെ, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും. ടിയാഗോ വരെ 5 സ്റ്റാറിലാണ്. അതെ. ഒന്നും പറയല്ല. ഓക്കെ, പഞ്ചിലൊരു വെറൈറ്റി കളറാണ്. പഞ്ച് എന്ന് വെച്ചാൽ കളറിൽ വെറൈറ്റി കളർ അല്ലേ പഞ്ച്? ആക്ച്വലി നല്ലൊരു ഭംഗി കൊടുക്കുന്ന. അതെ, തീർച്ചയായും. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതെ. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ തന്നെ. ഓട്ടോ എത്രയാ? ഇത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം. ഓക്കെ, ഇത് നമുക്കൊരു 7,25,000 നമുക്ക് കൊടുക്കാം. 7.25 ലക്ഷം രൂപയ്ക്ക് 2022 പഞ്ച് ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. മാക്സിമം ലോണും കയറുള്ളൂ 90%. മാക്സിമം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയല്ലേ കൊടുക്കുള്ളൂ. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ന്യൂ ഷേപ്പ് i20 ആണ് അടുത്തത്. KL65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനുള്ള വാഹനം. ടർബോ ആണല്ലേ? ടർബോ. അതെ. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2021 മോഡലാണ്. IMT ആണ്. അതെ. ഓക്കെ, ഗിയർ ഉണ്ട്. ഗിയർ നമുക്ക് മാനുവലി മാറ്റാൻ പറ്റും. ക്ലച്ച് ഉണ്ടാവില്ല, വണ്ടി ഓഫാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. അതെ. ഇനി സ്പീഡ് പോകണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നോർമലി ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ ചെയ്തു പോകാം. എന്നാൽ നമുക്ക് കാല് കിടക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെ. പറഞ്ഞോളൂ ബാക്കി. ഇത് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 തന്നെയാണ് ഇത് വരുന്നത്? അതെ, 2021 തന്നെ അല്ല, മോഡലും എല്ലാം വരുന്നത്. ഓക്കെ, 46,000 കിലോമീറ്റർ. 46,000. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഞാനിപ്പോൾ മൊത്തത്തിൽ നോക്കി വണ്ടിയുടെ. അതെ. മൊത്തത്തിലൊരു എന്താ പറയുക, ഫുൾ പോളിഷ്ഡ് അങ്ങനത്തെ ഒരു ഇതിലല്ല. ഇല്ല, അത് നമ്മളൊന്നാമത് യാർഡിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് വെക്കുന്നില്ല. പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് ഇവിടെയുള്ള എല്ലാ വണ്ടികളും, നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ വണ്ടികളും നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം നമ്മൾ യാർഡിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ വെറുതെ പോളിഷ് ചെയ്ത് വെറുതെ പൊടി പിടിച്ചു പോകും. ഓക്കെ. നമ്മൾ ഷോറൂമിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അതെല്ലാം നമ്മൾ ചെയ്ത് വെക്കും. പക്ഷെ ഇത് യാർഡിലായതുകൊണ്ട് അപ്പം നമ്മൾ ഡെലിവറി ടൈമിൽ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ. അത് ഞാൻ ചോദിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്താ പറയുക, ഒരു വൃത്തികേടായിട്ട് നമ്മൾ വണ്ടി കൊടുക്കില്ല, നല്ല വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് സ്പോർട്സ് എന്നാണ് വരുന്നത്. സ്പോർട്സ് ടോപ്പിൻ്റെ താഴെ മിഡിലായിട്ട് വരും ഏകദേശം. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? വീൽ കപ്പ് ആണ്, അത് കാണുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസിങ് എങ്ങനെയാണ് ഇപ്പോൾ? ഇത് നമുക്ക് 6,95,000. ഇതിന് മുകളിലാണ് നമ്മൾ വില ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സ്പെഷ്യൽ റേറ്റ്. താങ്ക് യു. ഓക്കെ, 6,95,000 2021 സ്പോർട്സ് ഓപ്ഷൻ i20 IMT ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, മൈലേജ് എനിക്ക് തോന്നുന്നൊരു 12 മുതൽ 15 വരെയൊക്കെ. അതിലുള്ള അറൗണ്ട് ഒരു 13-14. അതെ. ഓക്കെ, അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും കേട്ടോ. ടർബോ പെർഫോമൻസ് ഉണ്ടാവും. എനിക്കൊന്ന് 1 ലിറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. മൈലേജ് കിട്ടും, എലൈറ്റിനെ പോലെയല്ല, അതിനേക്കാളും മൈലേജ് ഉണ്ടാവും. ലോണ് 6 ലാഖ് കയറും തീർച്ചയായിട്ടും.
അതിൻ്റെ മേലൊക്കെ അതിൻ്റെ മുകളിൽ കയറും. കാരണം നമുക്ക് ഈ ഒന്നാമത് മോഡലുണ്ട്, ആ എന്തായാലും കയറാം. പിന്നെ നമ്മുടെ ഒരു വാല്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് എന്തായാലും കയറാൻ ചാൻസ് തീർച്ചയായിട്ടും നമ്മളെ ട്രാക്കോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ അതും കൂടി നമ്മളെ എല്ലാ വണ്ടികളിലും പറയുന്നില്ല, നമ്മളെ ലോണിന് അപേക്ഷിക്കുന്ന ആളുടെ ട്രാക്കോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കിട്ടുന്ന കാര്യം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് സാധാരണക്കാരൻ്റെ ഹമ്മർ എന്ന് വേണേൽ വിളിക്കാം അല്ലേ? അതെ അതെ. ഇസുസു D-Max ആണ്. അതായത് ഒരു മിനി ട്രക്കാണ്. ഒരു മിനി ട്രക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിൾ. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലാണ് ഇപ്പോൾ കുറച്ച് കുറവ്, വിദേശത്തൊക്കെ ഇങ്ങനത്തെ വെഹിക്കിളാണ് കൂടുതലും ആളുകൾ ഫാമിലി ട്രിപ്പിനൊക്കെ കൊണ്ടുപോകുന്നത്. ഒരുപാട് ലഗേജും കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പുറകിലിരുന്ന് യാത്ര ചെയ്യാം അല്ലേ? അത്യാവശ്യം റിലാക്സ് ചെയ്യാനുള്ള ഏരിയ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മൊത്തത്തിലൊരു കാറിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഇത് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഇസുസു ആദ്യമായിട്ട് യൂസ്ഡ് കാറിൻ്റെ കേരളത്തിൽ ഞാൻ അറിയില്ല വേറെ കാണിച്ചിട്ടുണ്ടോ, പക്ഷെ നമ്മൾ തന്നെയാണ് തോന്നുന്നു ആദ്യമായിട്ട് കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. അതെ അതെ അതെ. അത് 4 വീൽ ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, വി ക്രോസ് D-Max ഹൈലാൻഡർ 2 വീൽ ഡ്രൈവ് ഡീസൽ. ഓക്കെ, 2021 മോഡൽ, അത്യാവശ്യം മോഡലുണ്ട്. അന്ന് നമ്മൾ കാണിച്ച 18 മോഡലായിരുന്നു. 2021 മോഡലുണ്ട്. ഇത് 21 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ് അല്ലേ? 24,000 മാത്രം ഓടിയ 21 മോഡൽ D-Max ഹൈലാൻഡർ ഇസുസു. അതെ. ഓക്കെ, ഇതിന് ഏകദേശം എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട് അറിയോ? ഇത് നമുക്കൊരു 14 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ കണ്ടോ? അതെ, ഡീസലാണ്. ഏകദേശം 2000 cc അടുത്തില്ല? അതെ, 1900. അതെ, 1900 വരുന്നുണ്ട്. 1900 cc വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ മൈലേജും കണ്ടാൽ മതി. ഓക്കെ, നമ്മളെ കാറിലുള്ള പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അടിപൊളി എല്ലാ ഫീച്ചേഴ്സും. പിന്നെ ഇതിൽ തന്നെ റിവേഴ്സ് ക്യാമറ അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് അഡീഷണൽ ആയിട്ടൊരു ആക്സസറീസ് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പുറകിൽ റൂഫിൻ്റെ ഒരു കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഓപ്പണാണ് അതിൻ്റെ ക്യാബിൻ ഉണ്ടാവുക, അത് റൂഫ് ഒരു കവറിങ് പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ജാക്കിൽ പോലെ താഴ്ത്തി വെക്കാൻ പറ്റുന്ന, പൊക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ വൃത്തിക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്തൊരു ട്രിപ്പെല്ലാം പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എത്രയും പാസ് ചെയ്യുന്നത് നിങ്ങൾ? ഇത് നമ്മൾ 14,90,000. 14,90,000 2021 മോഡൽ D-Max ഹൈലാൻഡർ ഇസുസു നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ. ഓക്കെ, അപ്പോൾ ഇതിന് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കാ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ. എവിടെയാണ് വരുന്നത്? കോഴിക്കോട് എവിടെയാണ് എൻ്റെ സർവീസ് സെൻറ്റർ അറിയോ? ഇസുസു എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പാവങ്ങാട് സൈഡിൽ തന്നെയാണെന്നാണ് വിശ്വാസം. പാവങ്ങാട് സൈഡിൽ. ഓക്കെ, എവിടെയോ കണ്ട പോലെ ഉണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക കോഴിക്കോട് വരണമെങ്കിൽ. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു മിനി ട്രക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനിയുള്ള ഹോളിഡേയ്സ് അടിപൊളിയാക്കാൻ അല്ലേ? തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഒരു 14 lakhs അല്ല 14 കിട്ടത്തില്ലായിരിക്കും അല്ല, ഒരു 13.5 ഒക്കെ ലോൺ വരും. ഇതിൻ്റെ ഇൻഷുറൻസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 16 ലക്ഷത്തിന് മുകളിലുണ്ട്. ഉണ്ട്. പുതിയതിന് 23 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് പുതിയതിന്. ഓക്കെ, കോസ്റ്റ്. അപ്പോൾ മാക്സിമം ലോൺ നൽകാൻ. അതെ അതെ അതെ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. KL65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനുള്ള നിസാന്റെ കിക്സ് ആണ്. കിക്സ് പറഞ്ഞോളൂ. ഇത് 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ വേരിയന്റ്. ഡീസലിന് 32,000. നോർമൽ ഓട്ടമാണ്. നോർമൽ വെച്ചാൽ കുറവ് തന്നെയാണ്. അതെ അതെ. ഓക്കെ, ഒരു ക്രാക്ക് കാണുന്നുണ്ടല്ലോ മെയിൻ ക്ലാസ്സിൽ. മെയിൻ ക്ലാസ് നമ്മളത് മാറ്റിയിട്ടില്ല, കാരണം നമ്മളത് മാറിയിട്ടേ കൊടുക്കുള്ളൂ. കാരണം വരുന്ന എങ്ങനെയാണ് മാറിയത് സംശയം വേണ്ട. അതെ, ഫ്രണ്ട് അടിച്ചിട്ട് പൊട്ടിയതാണോ മാറ്റിയതാണോ? അപ്പോൾ അത് മാറിയിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, ക്രാക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം. അത് അങ്ങനെ തന്നെ വെച്ചു. അതുകൊണ്ട് ഓക്കെ, 2020 വാഹനം അല്ല 19, സോറി 2019 വാഹനം. ടോപ്പ് എൻഡ് ആണോ ഇത്? ഏറ്റവും ഹൈ എൻഡ് മോഡൽ XP പ്രീമിയം. XP പ്രീമിയം, പുഷ് ബട്ടണും എല്ലാം വരും. ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. ഓക്കെ, വേറെ ക്ലൈബൊന്നും ഇല്ലല്ലോ? ഇല്ല, ഗ്ലാസിൻ്റെ പ്രശ്നമല്ല. അത് തന്നെയുള്ളൂ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 1500 cc ഡീസലാണ് വരുന്നത് വാഹനം. എനിക്ക് തോന്നുന്നു 18-20 റേഞ്ച് മൈലേജ്. തീർച്ചയായിട്ടും 12 കിലോമീറ്റർ മൈലേജ് ഏകദേശം മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസ് എങ്ങനെ? ഇത് 8,40,000 കൊടുക്കാം. 8,40,000 അല്ലേ? 2019 ഏറ്റവും ടോപ്പ് എൻഡ് കിക്സ് ആണ്. 8,40,000 രൂപയ്ക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന, എന്നാൽ കുഴപ്പമില്ലാത്ത പവറുള്ള വാഹനം. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, കിക്സ് എന്താ പറയുക, വലിയ രീതിയിൽ ഇറങ്ങിയിട്ടില്ല അല്ല? ഇല്ല, ഇറങ്ങിയ സമയത്ത് തന്നെ
നമ്മളൊരു ടെറാനോ ഇറങ്ങിയ മാതിരി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. ടെറാനോ അതേപോലെ തന്നെ ഡസ്റ്റർ ഇറങ്ങിയ മാതിരി കിക്സും മറ്റേ റിനോയുടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ക്യാപ്ചർ കിക്സും ക്യാപ്ചറും അത്രത്തോളം ഇറങ്ങിയിട്ടില്ല. പക്ഷേ കുറച്ച് ഹെവി വണ്ടിയാണ് അത്. ഓക്കെ അപ്പോൾ പ്രൈസിങ് എത്രയാണ് പറഞ്ഞത് നമ്മൾ? 840 മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയത്? അതെ, സർവീസ് ഒക്കെ കറക്റ്റാണ്. ഓക്കെ, എല്ലാം പോയിട്ടുണ്ട്. എർട്ടിഗ വന്നു, 7 സീറ്റർ വന്നു, KL 58, കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. ആകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 2020 അല്ലേ? ഓക്കെ, 3 വർഷം കഴിഞ്ഞു ഏകദേശം. പെട്രോൾ VXI സ്മാർട്ട് ഹൈബ്രിഡ്. സ്മാർട്ട് ഹൈബ്രിഡിൽ എനിക്ക് തോന്നുന്നു നോർമലിനേക്കാൾ കുറച്ച് മൈലേജ് കൂടും. അതെ. ഒരു 13 കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ ഒരു 16 വരെ അതെ കിട്ടും. ഓക്കെ, പെട്രോളാണ് അത്രേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതെ, നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. 16 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. 2020 VXI എർട്ടിഗ. ഓട്ടോ എത്ര? 33,000 കിലോ. 33,000. ഓക്കെ. സീറ്റ് കവർ നല്ല അഡീഷണൽ അടിപൊളി ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചളി പിടിച്ച കണ്ടീഷനിലുണ്ട്. അല്ല, ഇത് നമ്മൾ വാഷ് പോലും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ റീസെൻ്റ്ലി ഇപ്പം നേരെ അങ്ങ്. അത് ശരി, അങ്ങനെ വാഷ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ വാഷിംഗ് പോലും കഴിയാത്ത എർട്ടിഗയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ രജിസ്റ്റർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് നമുക്കൊരു 9,20,000 കൊടുക്കാം. ഓക്കെ, 2020 33,000 കിലോമീറ്റർ ഓടിയ VXI ഹൈബ്രിഡ് എർട്ടിഗയാണ്. ഓക്കെ, ഒരു 8-8.5 ലോൺ കയറും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരു 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന മെയിൻ്റനൻസ് പറഞ്ഞൊരു വാഹനമാണ്. അതെ നോക്കാം. ഓക്കെ, അടുത്തത് നല്ല മൈലേജ് ഉള്ള ഒരു ക്രോസ് ഓവർ സെഗ്മെൻറ്റ് വാഹനമാണ്. എസ് ക്രോസ് ആണ്, മാരുതി സുസുക്കി, KL 31 രജിസ്ട്രേഷൻ, ഡീസലുമാണ് ഹൈബ്രിഡുമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 160 ഓട്ടം ഉണ്ട്. പക്ഷേ ഓട്ടം 160 ആണെങ്കിലും കറക്റ്റ് സർവീസ് ആയതുകൊണ്ട് ഒരു 50-60 ഓടിയ വണ്ടിയുടെ കണ്ടീഷൻ ഫീലാണ് ഓടിക്കുമ്പോൾ. അതെ. ഓക്കെ, മൈലേജ് ആണെങ്കിൽ നമുക്കൊരു 20 എന്തായാലും 20 മൈലേജ് കിട്ടും. ഡീസൽ ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ. അപ്പോൾ ഓട്ടം കേട്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാം നമുക്ക് മൈലേജ് എത്രത്തോളം ഉണ്ടാവും. 20 എബോവ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ 20 എബോവ് നമുക്ക് കിട്ടും, പ്രതീക്ഷിക്കാം. അതെ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് സീറ്റ ഓപ്ഷനാണ്. സീറ്റയാണ് ഓപ്ഷൻ വരുന്നത് അല്ല? ഫുള്ളിൻ്റെ ആൽഫയുടെ തൊട്ട് താഴെ അലോയ്സും എല്ലാം ഒരുമാതിരി എല്ലാം ഓപ്ഷൻ വരുന്നുണ്ടല്ലേ? കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പുഷ്പ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവും സ്ക്രീനിൽ വരുന്ന അത്രയൊക്കെ ഉണ്ടാവും. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഡീസൽ ഹൈബ്രിഡ് വാഹനമാണ്. മാനുവൽ എസ് ക്രോസ്. അതെ, പ്രോപ്പർ സർവീസ് ആണോ? 160 കറക്റ്റ് സർവീസ്. മേജറൊക്കെ കഴിഞ്ഞ് വെച്ചേക്കാം. ഓക്കെ, എത്ര ഇപ്പോൾ പ്രൈസിങ് എങ്ങനെ? ഇത് നമുക്ക് 6,95,000 നമുക്ക് കൊടുക്കാം. ഓക്കെ, സീറ്റ 2018 അല്ലേ പറഞ്ഞത്? 2018 സീറ്റ 6,95,000 രൂപയ്ക്ക് ഈ ഒരു ഡീസൽ എസ് ക്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആ ഒരു ഓട്ടത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. അതെ, പിന്നെ അതുമല്ല ഇതിൻ്റെ ഒരു പുറത്ത് നമ്മൾ ഒരു ഈയതേ ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിങ്ങിൽ നല്ല, കാരണം നമ്മൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാ കാറിലും സ്പെഷ്യൽ റേറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഷബീസ് കാസിൽ നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് അവിടെ വില കൂടുതലാണെന്നുള്ളൊരു കമൻറ്റ് വന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഡീസൽ വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ്സയാണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. ഇത് 2019 സിംഗിൾ ഓണർ 77,000 കിലോമീറ്റർ ഓടിയ 77 4 വർഷം കൊണ്ട് അല്ലേ? 77,000 ഡീസലിൻ്റെ ഓട്ടം തന്നെയാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള മോഡൽ. അതെ, 18 മുതൽ 20 വരെ മൈലേജ്. അതെ. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. ഇത് സിംഗിൾ ഓണറിലാണ്, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ട് പറഞ്ഞത് VDI ആണോ ZDI ആണ്? ZDI ടോപ്പ് എൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 8,90,000. 8,90,000 അല്ല? ZDI ആണ്, മറന്നു പോകണ്ട. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. മാനുവലിൻ്റെ വിലയല്ല, അതും മാറിപ്പോരുത്. മാനുവലായിട്ട് വരുമെന്ന് വെച്ചാൽ ഏകദേശം 1 lakhൻ്റെ അടുത്ത് ഡിഫറൻസ് വരും അല്ലേ? മാനുവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതും മാറിപ്പോണ്ട. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് മൈലേജുള്ള ഡീസൽ ഇതിൽ 20 കിട്ടുമെന്നറിയില്ല. കിട്ടുമായിരിക്കും അല്ലേ? 18 കിലോമീറ്റർ എന്തായാലും കിട്ടുമായിരിക്കും. MT തന്നെയാണ്, കാരണം നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ റോബോട്ടിക് സിസ്റ്റം ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. മാക്സിമം മൈലേജും കിട്ടുന്നുണ്ട്. ലോൺ മാക്സിമം കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത നമ്മൾ കുറച്ചൊരു വലിയ വണ്ടിയിലേക്ക് വന്നു. അതെ, MG ഹെക്ടർ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിലെ MG ഹെക്ടർ. ടോപ്പ് എൻഡ് ആണോ ഇത്? അതെ, ടോപ്പ് എൻഡ് മോഡൽ. ഷാർപ്പ് DCT
ഓക്കെ, ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ MGയുടെ ഡീസലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷമീർ ഖാൻ്റെ യാർഡിൽ. ഡീസലിനാണ് കുറച്ചുകൂടെ മൈലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കുറയും, പക്ഷേ അതിൻ്റെതായ ആൾക്കാരുണ്ടാവും. അതെ അതെ തീർച്ചയായും. എങ്ങനെ മോഡലൊക്കെ? 2020 മോഡലാണ്. 20 മോഡൽ സിംഗിൾ ഓണറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 39,000 കിലോമീറ്റർ ഓട്ടം. ഓക്കെ, 2020 39,000. ഓക്കെ, 3 വർഷമായി. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഹൈ എൻഡ് മോഡലാണ്, 5 സീറ്ററാണ്. ഇതിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് 7 സീറ്റർ വരും. 7 അല്ല 6 അല്ല വരുന്നത്. ഹെക്ടർ പ്ലസ്സിൽ 6 അല്ല വരിക. ഹെക്ടർ പ്ലസിന് 7 സീറ്റർ, നമ്മൾ 7 സീറ്റർ യൂസേജ് അതിൽ നടക്കും. പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. ഇത് 5 സീറ്റർ ആണ്. അതുകൊണ്ട് ഇത്രയും വലിയ കാറിൽ 5 സീറ്ററിൽ അത്രയും സ്പേസ് ആണ്. അത്രയും സ്പേസ് ആണ്, അത്രയും ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നു. ഒന്നും നമ്മൾ ചെയ്യണ്ട, എല്ലാം അതെ കാര്യങ്ങളാണ്, നമ്മളായിട്ടൊന്നും മെനക്കേണ്ട ആവശ്യം. അതെ അതെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഇപ്പം എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 13,50,000 നമുക്ക് കൊടുക്കാം. 13.5 ലക്ഷം രൂപയ്ക്ക് 2020 ഷാർപ്പ് MG ഹെക്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കുക, അത് ഓട്ടോമാറ്റിക്. അതെ അല്ലേ? അതെ. ഓക്കെ, ഒന്നും പറയാനില്ല. അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോൺ തരുമോ? തീർച്ചയായിട്ടും. നമ്മൾ മാക്സിമം 13 lakhs തന്നെ കയറാൻ ചാൻസ് ഉണ്ടോ? ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ റേഞ്ചിലേക്ക് കയറും, ചാൻസ് ഉണ്ട്. അതെ അതെ അതെ. നമ്മൾ അത്ര മാക്സിമം നോക്കുന്നതാണ്, അതിൻ്റെ അടുത്തായിട്ട് എങ്ങനെ കിട്ടും. അതെ. ഓക്കെ. പിന്നെ ബാക്കി നമ്മൾ ഇതൊക്കെ എടുക്കണേ എങ്ങനെയായാലും ITR ഒക്കെ ചെയ്യേണ്ടി വരും. ITR വേണമെന്നില്ല, നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബാക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ITR വേണമെന്നില്ല. ഓക്കെ ഓക്കെ. അടുത്തൊരു ബലേനോ ആണ്, KL 77 രജിസ്ട്രേഷൻ ബലേനോ. എങ്ങനെയാ? 2016 മോഡല്, ഡീസൽ, ഡെൽറ്റ, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 95,000 ഓടിയിട്ടുണ്ട്. എസ്റ്റിസ് കണ്ടീഷനിൽ നമുക്ക് 5,95,000 കൊടുക്കാം. 595 ഡീസൽ ബലേനോ. ഓക്കെ, നല്ല മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ തൽക്കാലം? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഷോറൂമിലേക്ക്, ഇവിടെ ഈ യാർഡിലേക്ക് എത്തിപ്പെടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വന്നാൽ മതി. തീർച്ചയായും ഷോറൂമിലേക്ക് വന്നാൽ മതി. എല്ലാവരും ഷോറൂമിലേക്ക് വന്നാൽ മതി. അവിടുന്ന് നിങ്ങൾ ആളുകൾ ഇവിടെ കൊണ്ടുവന്നോളൂ, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നോളൂ, എല്ലാ സൗകര്യം ചെയ്യാം. ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഷോറൂം വരുന്നത് അറിയാലോ, മാങ്കാവാണ്. തിരുവണ്ണൂർ, മാങ്കാവ്, തിരുവണ്ണൂർ, കോഴിക്കോട് ചേർന്നിട്ട്. അതെ, മീഞ്ചത്തേക്ക് പോകുന്ന റൂട്ടിലാണ്, കോഴിക്കോട് നിന്ന് മീഞ്ചത്തേക്ക് പോകുന്ന റൂട്ടിൽ. അത്രയുള്ള കാര്യങ്ങൾ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ സഹായമാവട്ടെ. അതെ, അത്രയേ ഉള്ളൂ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കാം. താങ്ക്സ്, വളരെ നന്ദി. ഓക്കെ.